ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നാവും എന്ത് പ്രഹസനം ഇവളീ കാട്ടണേന്ന്. പ്രഹസനമൊന്നുമല്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ കിണറ്റിൽ വെള്ളം കുറവാണ്. അതുകൊണ്ട് മോട്ടോർ 2 ദിവസം കൂടുമ്പോഴേക്കേ അടിക്കാറുള്ളൂ. അപ്പോൾ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള വെള്ളം, നല്ല വെള്ളം നമ്മൾ കോരി എടുക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും വെള്ളം പിന്നെ എന്താ ബാക്കി ആവശ്യങ്ങൾക്കൊക്കെ ചെയ്യണേന്ന്. നമുക്ക് ജലനിധി ഉണ്ട് കേട്ടോ. ജലനിധി പിന്നെ അങ്ങനെ വാട്ടർ കണക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതെന്നാണ് ബാക്കി കുളിക്കാനും തിരുമ്പാനും കാര്യങ്ങൾക്കൊക്കെ നമ്മൾ വെള്ളം യൂസ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ വെള്ളം കോരുന്ന സമയത്ത് വേറൊരാളിവിടെ വികൃതി കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. വേറെ ആരുമില്ല, നമ്മുടെ ലുട്ടു തന്നെ. അമ്മ ചകിരിയൊക്കെ മഴ നനയണേക്കാൾ മുന്നേ എടുത്തു വയ്ക്കായിരുന്നു. അപ്പോൾ അവൻ അവിടെ പോയിട്ട് വികൃതി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വെള്ളം കോരലൊക്കെ കഴിഞ്ഞപ്പോൾ തുണി കുറച്ച് കഴുകി ഉണക്കാനിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ തന്നെ വേഗം എടുത്ത് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് മറക്കും. പിന്നെ അത് മഴയൊക്കെ നനഞ്ഞാൽ കൂടി പിന്നെ നമുക്ക് പണിയാവുമല്ലോ. അപ്പോൾ കൈയോടെ തന്നെ ഞാനത് എടുത്ത് കൊണ്ടുപോകാണ് കേട്ടോ. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ ഓടിപ്പടഞ്ഞ് ഈ പണികളൊക്കെ എന്തിനാണ് ചെയ്യണേന്ന്. വേറെ ഒന്നിനല്ല, ഇന്ന് നമുക്കൊരു പരിപാടിയുണ്ട്. ഒരു കല്യാണത്തലേന്നുണ്ട് കേട്ടോ. തുണികൾ അങ്ങനെ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അടുത്ത ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ മടക്കി വെക്കണം. അതൊരു വലിയ ടാസ്ക് തന്നെയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഓരോരുത്തരുടെയും ഓരോ സെക്ഷനായിട്ടാണ് വെക്കുക. കാരണം ഞങ്ങളുടെ ഓരോ റൂമിലേക്കുള്ളത് 3 റൂമിലേക്കുള്ളത് 3 സെക്ഷനായിട്ട് വെക്കും. കാരണം ഞങ്ങളുടെ റൂമിലേക്കുള്ളത് അച്ഛൻ്റെയും അമ്മയുടെയും അതുപോലെ അനിയൻ്റെ റൂമിലേക്കുള്ളത് അങ്ങനെ 3 സെക്ഷനായിട്ടാണ് നമ്മൾ വെക്കുക. കാരണം ഒരുമിച്ച് മടക്കി വെച്ചാൽ പിന്നെ ഓരോരുത്തരുടെ തിരഞ്ഞെടുക്കാനായി നിന്ന് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. പിന്നെ മടക്കി വെച്ചതൊക്കെ വൃത്തികേടാവുകയും ചെയ്യും. അതുകൊണ്ട് ബാക്കിയുള്ളവരുടെ അവിടെ മടക്കി വെച്ച് അവരെടുത്ത് കൊണ്ടുപോകും. നമ്മൾ കൊണ്ടുപോയി എടുത്ത് വയ്ക്കും. അങ്ങനെയാണ് ചെയ്യാറ്. അപ്പം ഞാൻ എൻ്റെ ഭാണ്ഡക്കെട്ടും കൂടി കൊണ്ടുപോയിട്ടുണ്ട് റൂമിലേക്ക്. ഞാൻ അവിടെ ചെന്നിട്ടാണ് അടുത്ത പണി. അവിടെ ചെന്നാൽ അത് ഓരോരോ ഷെൽഫിലേക്കായിട്ട് നമ്മൾ മാറ്റി വെക്കണം. അതടുത്ത പണി. ലുട്ടുവിൻ്റെ ഒരു സെക്ഷൻ, അത് കഴിഞ്ഞ് എൻ്റെ വേറെ, അത് കഴിഞ്ഞ് ചേട്ടൻ്റെ വേറെ. അങ്ങനെ മടക്കി വയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അടിച്ചു വരാനും കൂടി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതുകൂടി കഴിഞ്ഞ് പിന്നെ വേറെ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് നേരം വണ്ടികളൊക്കെ പോകണമെന്ന് നോക്കിയിട്ട് അങ്ങനെ മുറ്റത്ത് പോയി നിൽക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ എവിടെ പോയാലും എൻ്റെ വിക്രമാദിത്യനും വേതാളും എന്ന് പറഞ്ഞ പോലെ എൻ്റെ പിന്നാലെ നമ്മുടെ ഒട്ടൂസ് ഉണ്ടാവും. അപ്പോൾ അവനങ്ങനെ എൻ്റെ പിന്നാലെ നടക്കുന്നുണ്ട്. ഞാനിങ്ങനെ കുറച്ച് നേരം വണ്ടികളൊക്കെ നോക്കി. അപ്പോൾ ഞാൻ ഗേറ്റ് തുറന്ന് പോകുന്നുണ്ടപ്പോൾ ഒട്ട് വേഗം അയ്യോ വണ്ടി ഇടിക്കും പറഞ്ഞിട്ട് ഞാൻ അവനോട് അതാ പറയാറേ. അപ്പോൾ അവൻ എന്നോടത് പറഞ്ഞിട്ട് ഓടി വന്നതാണ് കേട്ടോ. അപ്പം ഞാൻ അവനെ വേഗം എടുത്ത് കയ്യിൽ വെച്ച് കുറച്ച് നേരം ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ മഴക്കാറൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവനത് കാണിച്ചു തരാണ് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇരുന്നിട്ട് കളിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവൻ്റെ അടുത്ത് കളിപ്പാട്ടങ്ങളൊക്കെ എടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞ് അവൻ ഈ വണ്ടികൾ ഇടികൂടി കളിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. വണ്ടികൾ തമ്മിൽ ഇടിക്കുക. അവൻ ഒരു വണ്ടി പിടിക്കും, ഞാനൊരു വണ്ടി പിടിക്കും. അത് തമ്മിലിങ്ങനെ ഇടിച്ച് കളിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ അങ്ങനെയൊക്കെ കളിച്ച് സമയം കളഞ്ഞു. അവൻ കളിപ്പാട്ടങ്ങൾ കുറച്ച് നേരം കളിക്കില്ല. അത് കഴിഞ്ഞ് പിന്നെ വലിച്ചെറിയലായിരിക്കും. ആകാശത്ത് കൂടെ വിമാനമൊക്കെ ഇങ്ങനെ പറന്ന് പോകണം കാണാം കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ മഴക്കാരൊക്കെ പോയി അമ്പിളിമാമൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ അമ്പിളിമാമനെ കാണണമെന്ന് പറഞ്ഞിട്ട് ടെറസിൻ്റെ മുകളിലേക്ക് പോകണം പറഞ്ഞിട്ട് കുറച്ച് നേരം വാശി പിടിച്ചു. അപ്പോൾ പിന്നെ ഞാൻ പാവല്ലേ എന്ന് വിചാരിച്ചിട്ട് മുകളിലേക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് കയറാമെന്ന് പറഞ്ഞിട്ട് അവൻ ഒറ്റയ്ക്ക് കയറി പോവാണ് കേട്ടോ. പേടിയുണ്ട്, എന്നാലും ഒറ്റയ്ക്ക് കയറിയിട്ട് പോയി. അങ്ങനെ ഞങ്ങളുടെ ടെറസിൻ്റെ മുകളിൽ എത്തി. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ നമ്മുടെ അമ്പിളിമാമനെ അടിപൊളിയായിട്ട് കാണാനുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ടെറസിൻ്റെ മുകളിൽ നിന്നിട്ട് കാണുമ്പോൾ. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ടെറസിൻ്റെ മുകളിൽ നമ്മൾ വിഷുവിന് കത്തിച്ച പടക്കങ്ങളുടെ അവശിഷ്ടങ്ങളൊക്കെ അവിടെ കിടക്കുന്നത് കണ്ടേ. അപ്പോൾ അവന് ഓർമ്മയുണ്ട്. അവനത് പറയുമായിരുന്നു നമ്മൾ വിഷുവിന് ഇത് പൊട്ടിച്ചതല്ലേ, അതങ്ങനെ കത്തിച്ചതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കാണിച്ചു തരായിരുന്നു കേട്ടോ. അങ്ങനെ സന്ധ്യ ആവാറായി സമയം. പിന്നെ നിങ്ങൾ ഈ കാണുന്നത് എൻ്റെ അടുത്ത പ്രഹസനമാണ്. വെറുതെ ഫോണും പിടിച്ച് വട്ടം കറങ്ങല്ല, അതൊന്നല്ല. പിന്നെ നമ്മൾ വണ്ടിയൊക്കെ കണ്ട് കുറച്ച് നേരം ഇങ്ങനെ നിൽക്കും. ആ സമയത്താണ് അവിടെ കമ്പിത്തിരിയുടെ കമ്പികൾ ഇരിക്കുന്നത്. അപ്പോൾ അവൻ എന്നോട് പറയണം അത് മാറ്റി വയ്ക്കുക. അപ്പോൾ ഞാനതങ്ങനെ മാറ്റി വെച്ചു. അത് കഴിഞ്ഞിട്ട് അവൻ ആ കമ്പിത്തിരി വെച്ച സ്ഥലം അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക. ഇനി അടുത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ലല്ലോ, വികൃതി. അപ്പോൾ അവിടെ ഒരു ചെരുവ്, ഒരു സ്ലോപ്പ് പോലെ ഒരു സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കളിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് അവൻ മുകളിലേക്ക് പോകണേ, ടെറസിൻ്റെ മുകളിലേക്ക്. അപ്പോൾ ഇതിനെ കയറുക, പിന്നെ അവൻ അങ്ങനെ ഉരുസി പോവുക, അങ്ങനെ കളിക്കലൊക്കെയാണ് പണി. പിന്നെ നമ്മൾ കാണാണ്ട് എങ്ങനെ കയറിയാൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അവൻ എന്നോട് പിടിക്കി പറഞ്ഞിട്ട് നിൽക്കണം. അവന് ഒറ്റയ്ക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എന്നോട് പിടിക്കാൻ പറഞ്ഞിട്ട് നിൽക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ പിടിച്ച് കയറ്റി അങ്ങനെ ഉരുസി പോകാനൊക്കെ കുറച്ച് നേരം
കളിക്കാനൊക്കെ നിന്നു. അത് കഴിഞ്ഞപ്പോൾ കണ്ട ഞാൻ പറഞ്ഞില്ലേ ആ കമ്പിത്തിരിയുടെ മരുന്നൊക്കെ കയ്യിലാക്കിയിട്ടോ. അത് കഴിഞ്ഞിട്ട് കൈ കഴുകിച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ടാങ്കിൽ നിന്ന് വെള്ളം എടുത്തിട്ട്. അങ്ങനെ കുറച്ച് നേരമൊക്കെ കളിച്ച് നിന്നപ്പോഴേക്കും ഇരുട്ടാവാൻ തുടങ്ങി കേട്ടോ സമയം. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു ഇനി നീ കയറി കളിക്കണ്ട, വണ്ടിയോൾ ഉരുട്ടി വിട്ടിട്ട് കളിച്ചോ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് വീഴും ചിലപ്പോഴേ. അപ്പോൾ ഞാൻ പറഞ്ഞു വണ്ടിയോൾ ഉരുട്ടി വിട്ട് കളിച്ചാൽ മതി പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരമൊക്കെ വണ്ടി ഉരുട്ടി വിട്ട് കളിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇരുട്ടാവാൻ തുടങ്ങി. ഇരുട്ടായപ്പോൾ ഞാൻ പറഞ്ഞു പോവല്ലേ നമുക്ക് ചോദിച്ചു. അവർ വൈകിട്ട് നമ്മുടെ മുറ്റത്ത് ഇതേ കണ്ടോ ലൈറ്റൊക്കെ ഇട്ടു, ഇരുട്ടായി. വണ്ടികളൊക്കെ അതേ ലൈറ്റൊക്കെ കാണാണ്ട് നമുക്ക് അമ്പിളിമാമ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ മണ്ണൂട്ടിൻ്റെ അടുത്ത് നമുക്ക് പോവാട്ടോ പറഞ്ഞു. അങ്ങനെ നമ്മൾ താഴത്തേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോഴേക്കും എന്തേ വിമാനത്തിന് ആദ്യം പറത്തി വിട്ടു താഴത്തേക്ക് ഇട്ടാ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അടുത്ത പറത്തൽ പറഞ്ഞിട്ട് കാര്യമില്ല, അതിൻ്റെ പണിയൊക്കെ തീർത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ മെല്ലെ ഇറങ്ങി പോന്ന് താഴത്തെത്തി. ഞങ്ങളേക്കാൾ മുന്നേ താഴത്ത് കളിപ്പാട്ടം എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. താഴത്തെത്തിയിട്ട് എന്നോട് പറഞ്ഞു പിന്നെയും നമുക്ക് മുകളിലേക്ക് തന്നെ കയറി പോവാം കളിക്കാൻ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ സമ്മതിച്ചില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ മേല് കഴുകാമെന്ന് പറഞ്ഞ് അങ്ങനെ മേല് കഴുകാനായിട്ട് പോയി കേട്ടോ. മേല് കഴുകാൻ ഭയങ്കര ഇഷ്ടമാണ്, കുഴപ്പമൊന്നുമില്ല. മേത്ത് വെള്ളം ഒഴിക്കാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ മേല് കഴുകലൊക്കെ കഴുകി വന്നിട്ട് ഞാൻ മൂപ്പരാളേനെ മുണ്ടൊക്കെ ഉടുപ്പിച്ച് അവിടെ ഇരുത്തിയിട്ടോ. ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കുന്നുണ്ട്, മുണ്ട് ഊരല്ലേ എന്ന് പറഞ്ഞു. പക്ഷേ മൂപ്പരാൾ പറയണേക്കാൾ മുന്നേ ഉണ്ടോ ഞാൻ കാണാണ്ട് മുണ്ട് ഊരാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് എന്നോട് ചിരിക്കാം ഞാൻ കണ്ടപ്പോൾ. പിന്നെ ഞങ്ങൾ ട്രൗസറൊക്കെ ഇട്ടിട്ട് അങ്ങനെ മുറ്റത്തേക്ക് പോകാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവൻ താഴെ ഇറങ്ങണില്ല, അതിൻ്റെ വാശിയാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ മേലെ കഴുകി മുറ്റത്തെത്തിയപ്പോഴേക്കും എന്തേ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛനെ കണ്ടപ്പോൾ എന്തൊക്കെയോ പറയുന്നുണ്ടാവും അവിടെ വന്നിട്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പുറപ്പെട്ട് നമുക്കൊരു കല്യാണത്തലേന്നുണ്ടായിരുന്നു. നാളെ കല്യാണമാണ്. അപ്പോൾ ഞങ്ങൾ ആ ചേട്ടൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. ചേട്ടൻ വന്നപ്പോൾ നമ്മൾ മേലൊക്കെ കഴുകി ഡ്രസ്സൊക്കെ മാറി ഇതാണ് കല്യാണ വീട്. അവിടെ ചെന്നപ്പോൾ അവിടെ എന്തൊക്കെയോ പാട്ടും ഗാനമേളയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പാട്ടിനനുസരിച്ച് ഡാൻസ് ഉണ്ടായിരിക്കുമല്ലോ പൊതുവെ. ആൺപിള്ളേരോടെ നിന്ന് കളിക്കുന്നുണ്ട്. നമ്മുടെ ലുട്ടു പാട്ട് കേട്ടാൽ പിന്നെ ഒതുങ്ങി നിൽക്കില്ലേ, അവനും അവിടെ നിന്ന് കളിക്കുന്നുണ്ട് താഴത്ത് ഒരു സൈഡിലായിട്ട്. അവർ കളിക്കുന്നതിൻ്റെ ഇടയിൽ പോയാൽ പിന്നെ അവനെ വടിച്ചെടുക്കേണ്ടി വരും ഞാൻ താഴത്തുനിന്ന്. പിന്നെ പാട്ട് നടക്കുന്നതിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് കേട്ടോ നമുക്ക് ഫുഡ് കൊടുക്കുന്നത്. വേറെ സ്ഥലമൊന്നുമില്ല. അപ്പോൾ അവിടെ തന്നെയാണ് ഫുഡ്, നമുക്ക് പാട്ട് ആസ്വദിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാം. പിന്നെ അങ്ങനെ ചെക്കൻ്റെ അച്ഛനെയും അമ്മേനെയും അങ്ങനെ ഫാമിലീനെ മൊത്തം ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അവർ. അപ്പോൾ പിന്നെ എല്ലാവരും കൂടിയിട്ട് നല്ല അടിപൊളി ഡാൻസായിരുന്നു. തുള്ളി പോകുന്നതാണ് നമ്മുടെ ചെക്കൻ്റെ അച്ഛൻ. പിന്നെ ഭയങ്കര ആവേശമായിരുന്നു. ആ പാട്ട് അവസാനിക്കാറായി, അതായത് സമയം അത്യാവശ്യമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി അടിപൊളി ഡാൻസൊക്കെ ആയിരുന്നു. നമ്മുടെ ലുട്ടു സൈഡിൽ നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ട്. പിന്നെ അവസാനിക്കാറായപ്പോൾ പിന്നെ ഓരോരുത്തരായിട്ട് വന്ന് കൂടുന്നുണ്ട് ഡാൻസിൽ. പിന്നെ നമ്മുടെ ലുട്ടുവിനെ എടുത്ത് കൊണ്ടുപോയിട്ട് ചേട്ടനും മനുവും കൂടിയിട്ട് അവിടെ കളിക്കുന്നുണ്ട്. അവനിവിടെ പറ്റിക്കുന്ന കളിക്കല്ലേ, അപ്പോൾ അവനെ എടുത്തുകൊണ്ട് പോയിട്ട് കളിച്ചു. പിന്നെ അച്ഛൻ്റെ മേത്തുനിന്ന് ഇറങ്ങണില്ല അവൻ, അച്ഛൻ്റെ മേത്ത് തന്നെ ആയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അതേ തലയിലായി. അങ്ങനെ പാട്ടും കൂത്തും ഡാൻസൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴേക്കും സമയം 10 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓക്കെ, ബായ്.